ബ്രേക്ക് ദ വീക്ക് വേർഷൻ ഓഫ് യുവർസെൽഫ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഓരോ ദിവസം കടന്നുപോകുമ്പോഴും ആ പോരാട്ടത്തിന്റെ നേതൃത്വങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഒരു 5 വർഷം കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ പോരാട്ടമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഈ പോരാട്ടം നിങ്ങളുടെ ഭാവിയെയും ജീവിതത്തെയും എന്നേക്കുമായി നിയന്ത്രിക്കും. അതെന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ആ ഭീകര പോരാട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. 1. ബിവെയർ ഓഫ് ദിസ്. നിങ്ങളുടെ നിയന്ത്രണത്തിനായി പോരടിക്കുന്ന നിങ്ങളുടെ തന്നെ 2 സെൽഫാണത്. അതിലൊന്ന് ആർക്കും തകർക്കാൻ കഴിയാത്തതും സ്ട്രോങ്ങും വൈസുമായ സെൽഫാണ്. നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഇതാണെന്ന് പറയാം. മറ്റൊന്നാകട്ടെ, എന്തു പറഞ്ഞാലും എക്സ്ക്യൂസുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർബലനായ സെൽഫാണ്. അത് നിങ്ങളെ വളരാൻ അനുവദിക്കാതെ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ നിലനിർത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇതിലൊന്നിനെ കൊല്ലുകയും മറ്റൊന്നിനെ ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതിലെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്തെന്നാൽ, നിങ്ങളുടെ വീക്ക് വെർഷൻ ജീവിതത്തിലെ വലിയൊരു സിംഹഭാഗത്തെയും ആൾറെഡി കൈയടക്കിയിരിക്കുകയാണ് എന്നതാണ്. എന്നാൽ ഈ ദിവസം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയം നിങ്ങൾ സ്വയം ചർച്ചയ്ക്കെടുക്കേണ്ട ദിവസമാണിന്ന്. നിങ്ങളുടെ വീക്ക് സെൽഫ് നിങ്ങളുടെ ഭാവിയെ കൊല്ലുന്നതിനു മുമ്പേ എല്ലാം തിരിച്ചുപിടിക്കേണ്ടുന്ന സമയമാണിത്. എല്ലാവരുടെ ഉള്ളിലും ഈ 2 വെർഷനുകളുണ്ട്. അതിരില്ലാതെ സ്വപ്നങ്ങൾ കാണുന്ന, മടിയില്ലാതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വശത്തെ വലിയൊരു വിഭാഗം തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ എപ്പോഴും കംഫോർട്ട് ആഗ്രഹിക്കുന്ന, ദുർബലനായ, ഇൻസെക്യൂറായ വെർഷനെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. നമ്മുടെ വിധി നമുക്കായൊരു ആകാശം കാത്തിരിക്കുമ്പോൾ താഴെ തന്നെ നിലനിൽക്കാൻ അത് നമ്മളെ നിർബന്ധിക്കുകയാണ്. തോറ്റുപോകുമെന്ന ഭയത്താൽ ഒന്നും ചെയ്യാതെ എപ്പോഴും വിനോദത്തിലേർപ്പെട്ടിരിക്കുന്ന വീക്ക് സെൽഫുമായി മുന്നോട്ടു പോകാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ വലിയ തകർച്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നീ ആവാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്ന എല്ലാത്തിനെയും മാറ്റി നിർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ വീക്ക് വെർഷൻ ഭയങ്കര ബുദ്ധിമാനാണ്. സുരക്ഷയുടെ വേഷം ധരിച്ച് അത് നിങ്ങളിൽ നിലനിൽക്കുന്നു. അത് റിസ്ക് എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നു. ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യും. അതിനാൽ നിങ്ങൾ സംസാരിക്കരുതെന്ന് അത് നിരന്തരം നിങ്ങളോട് പറയുന്നു. ഒരുപാട് സ്വപ്നം കാണുന്നതിൽ നിന്നും നിങ്ങളെ വിലക്കുന്നു. ഈ സെൽഫ് നിരന്തരം നിങ്ങളുടെ ചെവിയിൽ ഇത് മന്ത്രിക്കുമ്പോൾ ഇതെല്ലാം ലോജിക്കലാണെന്ന് തോന്നുന്നു. എന്നാൽ ഇതൊരു ചങ്ങലയാണ്. നമുക്ക് കാണാൻ സാധിക്കാത്ത പ്രൊട്ടക്ഷനാണെന്ന് തോന്നിപ്പിക്കുന്ന ചങ്ങല. ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ ജീവിതം മിനിമമായിരുന്നെന്ന്. ചെറുതാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്ന്. വളരെ കുറച്ചു മാത്രമാണ് ട്രൈ ചെയ്തതെന്ന്. അത് കാരണം വളരെ ചെറിയ ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നും. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മടിച്ച ഓരോ സമയവും, അവസരങ്ങൾ പേടിയെ മുൻനിർത്തി സമീപിച്ച ഓരോ സമയവും, സംശയങ്ങളെ നിങ്ങളുടെ ശബ്ദത്തെ നിശബ്ദമാക്കാൻ അനുവദിച്ച ഓരോ സമയവും നിങ്ങളെ നിയന്ത്രിച്ചത് നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ദുർബലതയാണ്. സത്യം പറഞ്ഞാൽ ഈ സമയങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സാധ്യമായതിനേക്കാൾ കൂടുതൽ കൊള്ളയടിച്ചിട്ടുണ്ട്. യുവർ ഷാഡോ സെൽഫ് വിൽ കൺട്രോൾ യുവർ ലൈഫ് ഇഫ് യു റിഫ്യൂസ് ടു ഫേസ് ഇറ്റ്. 2. ഗോ ഫോർവേഡ് വിത്ത് കറേജ്. പരാജയം നിങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ വീക്കായിരിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കൊള്ളയടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ നിലവിലുള്ള കോൺഫിഡൻസിനെ പോലും പതിയെ ഇല്ലാതാക്കുന്നു. എന്നാൽ ഇത് നിങ്ങളെ പതിയെ കംഫർട്ടബിളാക്കുന്നു. എങ്ങനെയെന്നറിയാമോ? അത് നിങ്ങളെ നിങ്ങളുടെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട്, അതെ, ഞാൻ വീക്കാണ്, എന്നാൽ ഞാൻ സേഫാണെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ, ഒരു നേട്ടങ്ങളുമില്ലാതെ ഇത് നിങ്ങളെ നിലനിർത്തുന്നു. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ദുർബല സ്വഭാവത്തിന്റെ ഇരയായി ജീവിതകാലം മുഴുവൻ ജീവിക്കില്ലെന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആ സെൽഫിനെ എക്സ്ക്യൂസുകൾ കൊണ്ട് ഇനി നിങ്ങൾ ഫീഡ് ചെയ്യില്ല. അത് പറയുന്ന നുണകളെ ഇനി നിങ്ങൾ വിശ്വസിക്കില്ല. അതിനെ ചെറുക്കാനായി പട്ടിണി കിടക്കാനും നിങ്ങൾ തയ്യാറാവും, പ്രവർത്തിക്കും എന്ന് തീരുമാനമെടുക്കണം. ഈ ലോകം മടിയൻ അവന്റെ വാതിലുകൾ തുറന്നുകൊടുക്കില്ല. ഓരോ ദിവസവും കോമ്പറ്റീഷനിൽ കൂടിയാണ് ആളുകൾ കടന്നുപോകുന്നത്. ഇവിടെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ട്രൈ ചെയ്യുന്നവൻ നിങ്ങൾക്ക് മുന്നിലെത്തും. അതുപോലെ സ്വയം ഒരു 2ാം തരക്കാരനായി വിലയിരുത്തുന്നവനെ ലോകം ഒരിക്കലും അംഗീകരിക്കില്ല. കൂടുതൽ ആവശ്യപ്പെടാൻ ധൈര്യമുള്ളവന് മാത്രമേ നിലനിൽപ്പുള്ളൂ. നിങ്ങളുടെ ദുർബലമായ സെൽഫ് ഒരുപാട് പ്രകാശിക്കരുതെന്ന് നിങ്ങളോട് പറയുന്നു. വലിയ ആഗ്രഹങ്ങളെ നിലനിർത്തരുതെന്ന് പറയുന്നു. ഈ അസത്യങ്ങളെ തലയിൽ പേറരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസിനെ തന്നെയാണ് അവിടെ ത്യജിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ആരും വളരെ കംഫർട്ടബിളായി വിജയം കൈവരിച്ചവനെ, അച്ഛന്റെ പാരമ്പര്യത്തിൽ പണക്കാരനായവനെ ബഹുമാനിക്കുകയില്ല.
അവരുടെ കഴിവുകളെ അംഗീകരിക്കുക പോലുമില്ല. എന്നാൽ തന്റെ കംഫർട്ട് സോണിനെ തകർത്തെറിഞ്ഞ് റിസ്ക് എടുക്കാൻ തയ്യാറായവനെ എല്ലാവരും മനസ്സാൽ ആശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ ബിഫോർ ഇറ്റ് ബ്രേക്സ് യുവർ പൊട്ടൻഷ്യൽ. 3. ലിസൺ ടു യുവർ ഡ്രീംസ്. നിങ്ങളുടെ ദുർബലമായ സെൽഫിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് മികച്ചൊരു ജീവിതം പരുവപ്പെടുത്താൻ കഴിയില്ല. അതിനെ തകർത്തുകൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എല്ലാ ദിവസവും ഡിസ്കംഫർട്ട് ചൂസ് ചെയ്തുകൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. മടിക്കപ്പുറം ഡിസിപ്ലിൻ ചൂസ് ചെയ്യണം. അലസതയ്ക്കപ്പുറം ആക്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ, പേടിക്കപ്പുറം ധൈര്യത്തെ ചൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യും. എടുക്കുന്ന റിസ്ക് ഒക്കെയും നിങ്ങളെ ആകുലപ്പെടുത്തും. എന്നാൽ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഓരോ മൂവ്മെന്റും പഴയ വീക്ക് സെൽഫിനെ പതിയെ കീറിമുറിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ അത് നശിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ വീക്ക് വേർഷൻ എന്നേക്കുമായി മാഞ്ഞുപോകില്ല. അത് നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട നിമിഷത്തിനായി കാത്തിരിക്കും. നിങ്ങളുടെ ദുർബലാവസ്ഥയ്ക്കായി കാത്തിരിക്കും. തോറ്റുപോകുന്നതും തളർന്നുപോകുന്നതും സാധാരണമാണ്. മിക്ക ആളുകളും ജീവിതത്തിൽ നല്ല ശീലങ്ങൾ അപ്ലൈ ചെയ്തു തുടങ്ങി ഒരു പീക്കിലെത്തുന്ന സമയം ഒരു തകർച്ചയുണ്ടായാൽ, അല്ലെങ്കിൽ ശീലങ്ങൾക്കൊരു തടസ്സം കുറച്ചു ദിവസങ്ങളായി വന്നാൽ എല്ലാം നിർത്തിപ്പോകുന്നു. അവിടെയാണ് പഴയ സെൽഫിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നത്. അതിനെ മറികടന്നുകൊണ്ട് വീണ്ടും അതേ ഇന്റൻസിറ്റിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്ത് തടസ്സങ്ങൾ വന്നാലും വീണ്ടും പ്രോഗ്രസ്സിനായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. സ്ട്രെങ്ത് എന്നത് പാരമ്പര്യമായി കിട്ടുന്നതല്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകളുടെ യുദ്ധക്കളത്തിൽ നിന്നാണതുണ്ടാവുന്നത്. ജിമ്മിൽ നിങ്ങളെടുക്കുന്ന ഓരോ റെപ്പും, മറ്റുള്ളവർ വാപൊളിച്ചുറങ്ങുന്ന സമയമുള്ള നിങ്ങളുടെ ഓരോ എഴുന്നേൽക്കലുകളും, ഓരോ അൺകംഫർട്ടബിളായ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ തയ്യാറാവുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വീക്കർ സെൽഫിനെ ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആവറേജ് എന്ന ടാഗിൽ ഒതുങ്ങാൻ തയ്യാറല്ലെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആളുകൾ നിങ്ങളെ അസൂയയോടെ നോക്കുകയും കുറ്റങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്യും. അവരെ അതിനനുവദിക്കുക. അവർ ആവറേജിൽ ജീവിക്കാൻ വില്ലിംഗ് ആയവരാണ്. നിങ്ങളെക്കാൾ താഴെ നിൽക്കുന്നവന് മാത്രമേ നിങ്ങളെ കളിയാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ കഷ്ടപ്പെടാൻ തയ്യാറാവാത്തവരാണ്. നിങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നവൻ ഒരിക്കലും നിങ്ങളെ കളിയാക്കില്ല. കാരണം അവർക്കറിയാം വിജയിക്കാനുള്ള ശ്രമങ്ങളുടെ ബുദ്ധിമുട്ട്, എത്രത്തോളം കഷ്ടതകൾ അതിനനുഭവിക്കേണ്ടി വരുമെന്ന്. ഇഗ്നോർ ദ നോയ്സ് അറൗണ്ട് യു ആൻഡ് ഫോളോ യുവർ ഇന്നർ വോയ്സ്. 4. കറേജ് ഓവർ ഫിയർ. നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് സെൽഫിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. പേടി എന്നത് മുമ്പ് പരിചയമില്ലാത്ത കാര്യത്തോടുള്ള അജ്ഞത കൊണ്ട് തോന്നുന്ന വികാരം മാത്രമാണെന്ന് നിങ്ങളപ്പോൾ മനസ്സിലാക്കുന്നു. പേടി സത്യത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളോടുള്ള വ്യാപ്തി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. പേടി നിങ്ങളെ തടയുന്നുണ്ടെങ്കിൽ, അതിനെ മറികടക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളോട് അത്രമാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂവെന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഭയത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ സ്വപ്നങ്ങളോടുള്ള നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹം വ്യക്തമാകുന്നു. ഒരിക്കൽ നിങ്ങൾ തുടക്കമിട്ട് കഴിഞ്ഞാൽ ഈ ലോകവും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവസരങ്ങളുടെ വാതിൽ തുറന്നുതരും. നിങ്ങളുടെ വീക്ക് വേർഷൻ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇതൊരു പതിയെയുള്ള മരണമാണ്. കംഫർട്ട് സമാധാനം നൽകുന്നു. എന്നാൽ അതിനായി നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ ബലിയാടാക്കുന്നു. കംഫർട്ടിൽ നിന്നുകൊണ്ട് വളർച്ച സാധ്യമല്ല. വളർച്ചയിൽ സമ്മർദ്ദം എന്തായാലും ഉണ്ടാകും. ഗ്രോത്ത് നിങ്ങളെ പ്രിപ്പയർ അല്ലാത്ത സമയത്ത് പോലും പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്നു. പെർഫെക്റ്റായ സമയത്തിനായാണ് നിങ്ങളുടെ കാത്തിരിപ്പെങ്കിൽ ഒരിക്കലും നിങ്ങൾ റെഡിയാവില്ല. കാത്തിരിപ്പ് നിങ്ങളുടെ സമയത്തെ കൊല്ലുക മാത്രമാണ് ചെയ്യുക. സ്ട്രോങ് ആളുകൾ ഒരിക്കലും കാത്തിരിക്കില്ല. അവരവസരങ്ങൾ വരുമ്പോൾ ആക്ഷൻ എടുക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും തിരുത്തൽ വേണ്ടയിടങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്ത ആളുകളെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. അവരുടെ കയ്യിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുള്ളവരായിരിക്കില്ല. അവരാരും പെർഫെക്റ്റ് മൊമെന്റിനായി കാത്തിരുന്നവരായിരിക്കില്ല. അവർക്കും എല്ലാവരെയും പോലെ പുതിയ കാര്യത്തെ സമീപിക്കാൻ പേടിയുണ്ടാകും. എന്നാൽ പേടിയുള്ളപ്പോഴും പ്രവർത്തിച്ചവരാണവർ. വീക്കായിട്ടുള്ള ആളുകൾ എപ്പോഴും ഒരിക്കൽ എന്ന ചിന്തയിലാണ് ജീവിക്കുന്നത്. ഒരിക്കൽ ഞാൻ കോൺഫിഡന്റ് ആവുമ്പോൾ, ഒരുപാട് പണമുണ്ടാക്കുമ്പോൾ, ഒരിക്കൽ ഒരുപാട് സപ്പോർട്ട് ലഭിക്കുമ്പോൾ തുടങ്ങി നീളുന്നു ഈ ഒരിക്കലിന്റെ ലിസ്റ്റ്. ഇതൊരു മിത്താണ്, ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളുടെ മാറ്റിവയ്ക്കൽ. എന്നാൽ സ്ട്രോങ് ആളുകൾ അവസരമെന്നത് ഇന്നത്തെ സമയം, ഇപ്പോഴാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളുമുണ്ടാകാം, തോൽക്കാം. എന്നാൽ അതൊന്നും നിങ്ങൾ വീക്കാണെന്നുള്ളതിന്റെ സൂചനയല്ല. നിങ്ങൾക്കത് നേരിടാനുള്ള ധൈര്യമുണ്ടെന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നു, സ്വപ്നങ്ങൾക്കായി ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കംഫർട്ട് സോൺ ലെജൻഡ്സിന് പറഞ്ഞിട്ടുള്ളതല്ല. അത് വിപ്ലവങ്ങളും സൃഷ്ടിച്ചിട്ടില്ല. അതിനൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക,
എല്ലാത്തിനെയും പേടിച്ച് കംഫർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കണോ അതോ ഗ്രേറ്റ്നെസ് വേണോ എന്നത്. ഗ്രേറ്റ്നെസ് എന്നത് എക്സ്പെൻസീവാണ്. അതിന് നിങ്ങളുടെ ഏറ്റവും വലിയ നിധിയായ സമയത്തിന്റെ വിലയുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീഡവും അഭിമാനവും അംഗീകാരവും നൽകുന്നു. എല്ലാത്തിനേക്കാളും മികച്ചതായി അത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നൽകുന്നു. ഫീൽ ദ ഫിയർ, ബട്ട് ഡോണ്ട് ലെറ്റ് ഇറ്റ് ലീഡ് യുവർ ലൈഫ്. 5. മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നോട്ട് യുവർ സറൗണ്ടിങ്സ്. ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്ത് അലസനായി ജീവിച്ചിരുന്ന നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ ആളുകൾ അസ്വസ്ഥനാകും. അവർ നിങ്ങളെ കളിയാക്കാനും നിരുത്സാഹപ്പെടുത്താനും വരും. ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന തരത്തിലായിരിക്കും ആദ്യം കളിയാക്കലുകൾ. അതിനെ അതിജീവിച്ച് നിങ്ങൾ കൺസിസ്റ്റന്റായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ആളുകളുടെ ഭാവം മാറും. പിന്നെ അവർക്ക് അസൂയ ജനിച്ചു തുടങ്ങും. അവർ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ നിങ്ങളെ തളർത്താൻ ശ്രമിക്കും. ആളുകളെ പേടിച്ച് പലരും സ്വകാര്യമായി സെൽഫ് ഇംപ്രൂവ്മെന്റിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതനാകുന്നു. വായിൽ തോന്നിയത് പറയുക എന്നത് ചിലവില്ലാത്ത കാര്യമാണ്. അതിനാൽ തന്നെ ആളുകൾക്ക് പറയാൻ കഴിയുന്നതിന്റെ അപ്പുറം ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനെ അതിജീവിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അവരുടെ വില കുറഞ്ഞ വാക്കുകളെ വകവയ്ക്കാതെ മുന്നോട്ടു പോകുമ്പോൾ പതിയെ പറച്ചിലുകളും നിൽക്കും. നിങ്ങളുടെ വീക്ക് സെൽഫ് എപ്പോഴും ആളുകൾ എന്തു പറയുന്നു എന്നോർത്ത് വ്യാകുലപ്പെടുന്നു. എന്നാൽ സ്ട്രോങ് മൈൻഡ്സെറ്റുള്ളവർ ആളുകൾ അവരുടെ ബില്ല് വന്നു പേ ചെയ്യില്ലെന്നും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കൂടെയുണ്ടാവില്ലെന്നും മനസ്സിലാക്കുന്നു. ആളുകളുടെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെപ്പറ്റിയുള്ള അഭിപ്രായം മാത്രമാണ് ഇവിടെ മാറ്ററായിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളെ ശക്തനായി കാണുമ്പോൾ ഈ ലോകവും അത് പിന്തുടരും. എന്നാൽ നിങ്ങൾ സ്വയം ദുർബലനായി കാണുന്നത് തുടർന്നാൽ പുറമേ നിന്ന് കിട്ടുന്ന വാലിഡേഷൻ പോലും നിങ്ങൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. അതിൽ പോലും നിങ്ങൾ ഇനി അവൻ കളിയാക്കി പറഞ്ഞതാണോ എന്ന സംശയം നിലനിർത്തും. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ നന്നായി പഠിക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നിട്ടുണ്ടാകും. അവനെ നോക്കി നിങ്ങൾ വാ പൊത്തി ചിരിച്ചിട്ടുമുണ്ടാകും. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ജഡ്ജിംഗ് മൈൻഡ്സെറ്റോടെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടാകും. എന്നാൽ അന്നത്തെ നിങ്ങളുടെ ആ തമാശ കഥാപാത്രത്തെ ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർ അവരുടെ ആഗ്രഹങ്ങളിൽ എത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിലേക്കുള്ള യാത്രയുടെ അവസാനത്തിലായിരിക്കും ഉണ്ടാകുക. നിങ്ങളുടെ കളിയാക്കലുകൾ അവരുടെ രോമത്തിൽ പോലും തൊട്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മളിപ്പോഴും നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്ത് വേവലാതിപ്പെടുകയാണ്. സ്വപ്നത്തിനായി പ്രയത്നിക്കുന്ന മറ്റൊരുത്തനെ കളിയാക്കിയിരിക്കുകയായിരിക്കും. ജീവിതം വളരെ ചെറുതാണ്. ചുറ്റുമുള്ളവരെ ജഡ്ജ് ചെയ്തും മറ്റുള്ളവരുടെ വാക്കുകളിൽ കുടുങ്ങി നിശ്ചലമായിരിക്കാനും സമയമില്ല. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുകയുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സമയത്തെ ചുറ്റുപാടുകളെ നോക്കി വേവലാതിപ്പെടാതെ ശരിയായി വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഡോണ്ട് ലുക്ക് അറൗണ്ട്. പീപ്പിൾ വിൽ കീപ് ലുക്കിംഗ് ഫോർ യുവർ ഫോൾട്ട്സ് എനിവേ. 6. മേക്ക് ദ വീക്ക് വേർഷൻ ഓഫ് യുവർ സെൽഫ് അൺകംഫർട്ടബിൾ. നിങ്ങളുടെ വീക്ക് വേർഷനെ അൺകംഫർട്ടബിൾ ആക്കുക. നിങ്ങൾ വെറുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവും. നിങ്ങളുടെ വീക്ക് സെൽഫ് നിങ്ങളോട് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലെന്ന് പറയും. എന്നാൽ ഒരുപാട് പ്ലാൻ ചെയ്തും വെറുതെ വാചകമടിച്ചും വീക്ക് സെൽഫിനെ സ്ട്രോങ് ആക്കാൻ പറ്റില്ല. അതിന് ആക്ഷൻ തന്നെ വേണം. നിങ്ങളുടെ ആദ്യത്തെ ശ്രമം തന്നെ പെർഫെക്റ്റ് ആകണമെന്ന ചിന്ത മാറ്റി ആക്ഷൻ എടുക്കൂ. അത് വലിയ കോൺഫിഡൻസ് നിങ്ങൾക്ക് നൽകും. അടുത്ത തവണ അടുത്ത അവസരത്തിൽ ഇപ്പോൾ ചെയ്തതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യാനുള്ള കരുത്ത് അത് നിങ്ങൾക്ക് നൽകും. ആക്ഷൻ മാത്രമാണ് വീക്ക്നെസ്സിനെ മാറ്റിമറിക്കാനുള്ള ആയുധം. നിങ്ങളുടെ തലയിൽ ധരിച്ച കിരീടം പോലെ പേടിയെ കൊണ്ടു നടക്കരുത്. ഒരു മാസം തന്നെ ഒരുപാട് കാര്യങ്ങൾ നിർബന്ധിതമായി സമയബന്ധിതമായി ചെയ്യാൻ ശ്രമിക്കുന്നത് നടപ്പിലാക്കാൻ പ്രയാസമാകും. പലതും വിചാരിച്ചതുപോലെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ ഒരു മാസം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ആദ്യത്തെ 1-2 ആഴ്ച അത് ചെയ്യുന്നതിൽ പ്രയാസം തോന്നും. പിന്നീടത് യൂസ്ഡ് ആവും. മാസം കഴിയുമ്പോഴേക്കും നിങ്ങളത് എളുപ്പം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കെത്തും. അപ്പോൾ അടുത്ത മാസം മറ്റൊരു സ്കിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. നിലവിൽ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് സമയം ബാലൻസ്ഡായി പോകാൻ ഇത് സഹായിക്കും. ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നത് കാര്യങ്ങൾ എളുപ്പമാകും. മേക്ക് യുവർ വീക്കർ സെൽഫ് അൺകംഫർട്ടബിൾ until your stronger self appears. 7. Improvement is the fuel for your success. നിങ്ങൾ വീക്കായി തുടരാൻ തീരുമാനിക്കുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ വീക്ക് സെൽഫുമായി ഒന്നും ചെയ്യാതെ ജീവിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒന്നും ചെയ്യാതിരിക്കാനായി 1000 കാരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ടാകും. അവരിൽ നിന്നും വ്യത്യസ്തമായ ശീലങ്ങൾ നാം പരിശീലിക്കുമ്പോൾ വളരെ അൺറിയലിസ്റ്റിക്കായ ജീവിതമാണ് നാം നയിക്കുന്നതെന്ന് അവർ വിമർശിക്കും. സേഫായി മുന്നോട്ട് നീങ്ങുന്നതാണ് ബുദ്ധിപരമായ തീരുമാനമെന്നവർ പറയും. വീക്ക്നെസ്സിനെ നോർമലൈസ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യും. അതിനാൽ തന്നെ ഇതേ ജീവിതം തുടരുന്നത് പ്രശ്നമുള്ള കാര്യമല്ല എന്നും നിങ്ങൾ വിശ്വസിക്കുന്നു.
നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ആരാണെന്നത് വളരെ പ്രധാനമാണ്. അവർ വളരെ അലസന്മാരാണെങ്കിൽ അതുപോലെ ജീവിക്കുന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. നേരെമറിച്ച് തന്റെ ഗോളിലേക്കെത്താനായി കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്കു ചുറ്റും അലസനായി തുടരുന്നത് സ്വയം വിമർശനത്തിനും അതുവഴി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സഹായിക്കും. ഒരു ഓർഡിനറി ലൈഫല്ല നിങ്ങൾ അർഹിക്കുന്നത്. ഒരുപാട് ആളുകളുടെ നടുവിൽ ഒന്നുമല്ലാത്തവനായി നിലനിൽക്കാനല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളെ സൃഷ്ടിച്ചതു തന്നെ കെട്ടിപ്പടുക്കാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനും പ്രചോദിപ്പിക്കാനുമാണ്. ശക്തനാവുക എന്നത് നിങ്ങൾക്ക് നിഷേധിക്കാനാവാത്ത കാര്യവുമാവണം. നിങ്ങളുടെ അസ്തിത്വം തന്നെ നിങ്ങൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കണം. അതിനായി നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതും പ്രധാനമാണ്. ഒരു ശക്തനായ മനുഷ്യന് ഏകാന്തമായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടിവരും. കാരണം വളരെ കുറച്ചുപേർക്ക് മാത്രമേ സ്വയം നേരിടാനുള്ള ധൈര്യമുള്ളൂ. നിങ്ങളുടെ ബലഹീനതകളുടെ ചങ്ങല നിങ്ങൾ തകർക്കുമ്പോൾ മിക്ക ആളുകൾക്കുമില്ലാത്ത ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. സ്വയം ആത്മാധികാരമാണത്. വികാരങ്ങളാൽ നയിക്കപ്പെടുന്നതിനു പകരം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് ആദ്യം വളരെ പ്രയാസകരമായിരിക്കും. മറ്റുള്ളവർ വിനോദത്തിലേർപ്പെടുമ്പോൾ, പാർട്ടികളിലേർപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രവർത്തിക്കേണ്ടിവരും. സുഹൃത്തുക്കളുമൊത്തുള്ള പല നല്ല നിമിഷങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഏത് തിരഞ്ഞെടുക്കണമെന്ന മാനസിക സമ്മർദ്ദത്തിലേർപ്പെടേണ്ടിവരും. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഇന്ധനമാകാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ഫീൽ ചെയ്യാൻ കഴിയുന്ന ഇംപ്രൂവ്മെന്റിന് കഴിയും. ഒന്നിലെത്തി ചിന്തിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ജീവിതത്തിൽ അപ്പോൾ സംഭവിച്ചതായി നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോഴും വൈകിയിട്ടില്ല. വിജയത്തിന്റെ മധുരം ഇപ്പോഴും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ജീവിതം നിങ്ങൾക്ക് അവസരങ്ങൾ ഇടയ്ക്കിടെ വെച്ചു നീട്ടില്ല. ലഭിക്കുന്നവയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടത്. ചെയ്യേണ്ടുന്നവയെല്ലാം നാളേക്ക് നീട്ടിവെക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മരണം വരെ നിങ്ങൾ എക്സ്ക്യൂസസുകൾ തിരഞ്ഞുകൊണ്ടിരിക്കും. സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് എവ്രി ഡേ ആർ ദ ഫ്യൂവൽ ബിഹൈൻഡ് ഗ്രേറ്റ് സക്സസ്.